ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നടന്ന CJP സമരവും അതിൻ്റെ വിജയവുമാണ്. അതിനൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടെ ഈ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് ആ സമരക്കാർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചു എന്നുള്ള പരാതി. ആ പരാതി കൃത്യമാണ്. CRPF-കാരാണ് അത് പ്രയോഗിച്ചതെന്ന് പറയുന്നത് അല്ലേ? ഡൽഹി പോലീസും ഉപയോഗിച്ചതായിട്ട് ഡൽഹി പോലീസ് ഉപയോഗിച്ചായിട്ട് പറഞ്ഞു. എന്താണെങ്കിലും പെല്ലറ്റ് എത്ര മാരകമാണ്. ഒറ്റ നോട്ടത്തിൽ പെല്ലറ്റ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ പെല്ലറ്റ് എന്ന് പറയുന്നത് ചീളുക പോലത്തെ സംഭവം. അതായത് നമ്മൾ വളരെ ലളിതമായി പറഞ്ഞാൽ കൊല്ലാതെ കൊല്ലുന്ന ഒരു ആയുധം എന്ന് വേണേ നമുക്ക് വളരെ ലളിതമാക്കി പറയാം. കാരണം നമ്മൾ ഈ പെല്ലറ്റുകൾ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഏൽക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ആ വ്യക്തിക്ക് അത് ദോഷകരമായി മാരകമാകുന്നുള്ളൂ. അത് കണ്ണിൽ പതിച്ചാൽ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. തലയോട്ടിയിൽ പതിച്ച് തലയോട്ടിക്ക് ക്ഷതം വന്നാൽ അത് തലച്ചോറിനെ ബാധിക്കാം. അത്തരത്തിലേക്ക് രക്തസ്രാവം ഉണ്ടാകും. പിന്നെ നെഞ്ചിലാണെങ്കിൽ മരണമടയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ കരള് അങ്ങനെയുള്ള ആ ഭാഗത്താണെങ്കിൽ അതും മാരകമായി പരിക്കേൽപ്പിക്കും. തുളച്ച് കയറിയാൽ നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നീക്കം ചെയ്താൽ ഒരുപക്ഷെ മരണം സംഭവിക്കാം. അങ്ങനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ പെല്ലറ്റ് ആണ്, കുഴപ്പമില്ല, മറ്റു വെടിയുണ്ട അല്ല എന്ന് പറയാമെങ്കിലും ഇങ്ങനെ കുറെ ഈ ശരീരത്തിൽ പതിക്കുന്നതിന്റെ പരുക്കനുസരിച്ച് ഇതൊരു മരണകാരണമാകുന്ന ഒരു ആയുധം തന്നെയാണ്. ഈ പണ്ട് സാധനമാണ്, പണ്ടല്ല ഇപ്പോഴും ഉണ്ട്, റബ്ബർ ബുള്ളറ്റ് ഉണ്ട്. റബ്ബർ ബുള്ളറ്റ്, ഈ റബ്ബർ ബുള്ളറ്റ് എന്ന് പറഞ്ഞാലും ഇത് ഇത്രയും ഫോഴ്സീവ് വന്ന് അടിക്കുന്നതാണ്. നമ്മളൊരു കല്ലെടുത്തെറിയുന്ന പോലെ തന്നെ നമുക്കത് മാരകമായിട്ട് നമ്മുടെ ശരീരത്തിന് അത് നല്ല വേദന ഉണ്ടാക്കുന്ന സാധനമാണ് ഈ റബ്ബർ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഈ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതുകൊണ്ട് ഈയവും മറ്റേ ഇതുമുണ്ട്, ലോഹം കൊണ്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തരി പോലെ അടിച്ചു കയറുക. അതെ, ഒരെണ്ണമല്ല, ഒറ്റ ഷോട്ടില് പലതായിട്ട് സ്പ്രെഡ് ഇത് ചെതറിയാണ് ഇതിന്റെ പ്രവർത്തനം. ഈ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ വേറൊരു മാരകമായ പ്രയോഗം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ഈ ട്യൂബ്ലൈറ്റ് അരച്ചിട്ടൊരു പരിപാടിയുണ്ട്. ട്യൂബ്ലൈറ്റ് അരച്ച് പൊട്ടിച്ച് അല്ലെങ്കിൽ കുപ്പിച്ചിൽ അടിച്ച് പൊട്ടിച്ച് അരച്ചെടുക്കും. ഇങ്ങനെ ഇതേ വെച്ചിട്ട് അരകല്ലെ വെച്ചിട്ട് ഇങ്ങനെ അരച്ചെടുക്കുന്ന ഇത് എന്തിനാണെന്നറിയും? ഇത് പണ്ട് നമ്മുടെ നാട്ടിൽ കള്ള് എത്തുമ്പോൾ, തെങ്ങിന് പോലെ കള്ളി എത്തുമല്ലോ, എന്നീ കള്ള് മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ മാട്ടത്തിനകത്ത് കള്ള് മോഷ്ടിക്കാൻ രാത്രി വരും. ഇത് രാവിലെ വന്ന് ചെത്തുകാരൻ ഇത് വളരെ കഷ്ടപ്പെട്ട് ചെത്തി ഇത് കുടവും പിടിപ്പിച്ചിട്ട് പോകും. പിറ്റേന്ന് വരുമ്പോൾ ഒരു സാധനവും കാണുകയില്ല. ഇത് ഓരോരുത്തർ കള്ള് മോഷ്ടിച്ച് കുടിക്കും. അപ്പോൾ ഇതിന് ഇവർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് പക്ഷേ ഭയങ്കര മാരക പ്രയോഗം. ഞാനീ പറഞ്ഞ പോലെ ചില്ലരയ്ക്കും, ഒന്ന് ട്യൂബ്ലൈറ്റ് അരയ്ക്കും, എന്നിട്ട് ഇത് ഈ മാട്ടത്തിനകത്ത് വെക്കും, അരച്ചിതിനകത്ത് കയറ്റി വെക്കും. ഇതെന്ത് ചെയ്യും? ഈ കള്ള് വന്ന് നിറഞ്ഞ് കഴിയുന്ന ഉടനെ ഇവർ ഈ സാധനം എടുത്ത് കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ചെറിയ തരിയാണ്. അതിന് നമുക്ക് സൂക്ഷ്മദർശിനി വെച്ചെടുക്കാൻ പോലും പറ്റത്തില്ല, അത്ര ചെറിയ തരിയാണ്. ഈ തരി എന്ന് പറഞ്ഞാൽ അത് തറച്ചാൽ പിന്നെ നമുക്കത് ഊരിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ട്യൂബ്ലൈറ്റ് പൊട്ടിച്ച് നോക്കാം, അന്നേരം അറിയാം ഇത് വലിച്ചെടുക്കാൻ പാടും. സാധനം എന്ത് ചെയ്യും? നമ്മുടെ കുടലിലുണ്ടായിട്ട് മുറിവുണ്ടായിട്ട് ഇത് എന്താണ് കുടലിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൾ തട്ടിപ്പോകത്തേ ഉള്ളൂ. കാരണം ഇത് മൊത്തം ഇൻഫെക്ഷൻ ആവും, ഇതിനകത്ത് മൊത്തം ഈ തരി കയറിയിരിക്കും. അപ്പോൾ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ ഇത് കാണാം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള സാധനം വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ആളെ പിടിച്ചിട്ട് ഇടിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരം ഒട്ടാകെ ഈ തരി കയറി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറിയാമല്ലോ. നമ്മൾ പ്രത്യേകിച്ച് വേണ്ട ഒരു ട്യൂബ്ലൈറ്റ് എടുത്ത് തല്ലി പിടിച്ചു നോക്കും. പണ്ടത്തെ ഇപ്പോഴത്തെ അല്ല, ഇപ്പം ട്യൂബ്ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ LED ബൾബല്ല, അല്ലാത്ത പഴയ ട്യൂബ്ലൈറ്റ്, നമ്മുടെ കണ്ണിന് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയാത്ത സാധനം. അത് എവിടെയൊക്കെ തറഞ്ഞു കയറും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനങ്ങളുടെയൊക്കെ ഈ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ എന്താണ് ഇങ്ങനെ അത് ശരിക്കും രണ്ട് പാളിയുള്ള കോട്ടിങ്. അത് ഒരിക്കലും പൊട്ടിത്തെറിച്ച് ചെതറിപ്പോകത്തില്ല. ചെതറിപ്പോയി കഴിഞ്ഞ് ദേഹത്ത് തെറ്റി കഴിഞ്ഞാൽ ഇത് മരണകാരണമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു സാധനം കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് ഈ ചെലന്തി പോലെ അങ്ങ് പടർന്ന് പോകത്തേ ഉള്ളൂ ഇടിച്ചു കഴിയുമ്പോൾ. പിന്നെ ഈ ബസ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ വലിയ ഒറ്റ ഗ്ലാസ് അല്ലേ, ഒറ്റ ഇടിക്കുക നേരെ ഷൂ എന്ന് പറഞ്ഞ് താഴോട്ട് പോയി പൊടിഞ്ഞു പോകും, തെരിയുടെ ആയിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പെല്ലറ്റിൻ്റെ ഉപയോഗം. ഞാൻ ഈ പറഞ്ഞ ഒരു ഉദാഹരണം പോലെ തന്നെയാണ് ഈ പെല്ലറ്റിൻ്റെ ഉപയോഗം. ഇതിങ്ങനെ ശരീരമാസകലം തുളഞ്ഞു കയറും. ഇതിങ്ങനെ നമുക്ക് കുഞ്ഞു കിഴുത്ത മാത്രമേ കാണത്തുള്ളൂ. ഇതേന്ന് ഇത് നീക്കം ചെയ്യുക എന്നുള്ളത് വലിയ കുറേ പേര് തറച്ചു കയറിയിട്ടുണ്ടല്ലേ ചിലരുടെ ശരീരത്തിൽ. അത് ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൽ എല്ലാം ഒട്ടും നീക്കം ചെയ്യാൻ കഴിയില്ല എന്നല്ല, ഈ ശരീരത്തിൽ പതിക്കുന്ന ഭാഗം പോലിരിക്കും ഇത് നീക്കം ചെയ്യുന്നതിന്റെ. പ്രയോഗിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവണം. അതായത് ഇപ്പൊ നമ്മള് പോലീസിനൊക്കെ പറഞ്ഞിരിക്കുന്ന ഇത് പ്രശ്നമാണ്, മുട്ടിന് താഴെ വെടിവെക്കാൻ പറയുന്നത്. ബാക്കി മുട്ടിന് മുകളിലോട്ട് എവിടെ വെച്ചാലും ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ മുട്ടിന് താഴേക്ക് വെടിവെക്കാൻ പറയുന്നത്.
അല്ലാതെ നേരെ വെടിവെക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ ബീഹാറിൽ നേരെ വെടിവെച്ചു. അതും ഇതിനിടയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടു. AK-47 വെച്ച് നേരെ വെടിവെച്ചു. ആരും മരിച്ചില്ല, അതൊരു ഭാഗ്യം. അത് ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത ഇതിനിടയിൽ വരുന്നുണ്ട്. അത് ഇപ്പം അല്ല, അതിനു മുമ്പ് ആദ്യം പെല്ലറ്റ് പ്രയോഗിക്കുന്ന ലഡാക്കിലോ കാശ്മീരിലോ എവിടെയാ അത് ശരിക്കും ഈ പെല്ലറ്റ് തീവ്രവാദികൾക്കെതിരെയാണെന്നൊന്ന് പ്രയോഗിച്ചു. പക്ഷേ ഇത് തറച്ചത് ഒരു കുട്ടിയുടെ കണ്ണിലാണ്. ആ കുട്ടിയുടെ കാഴ്ച പോയ ആ കുട്ടിയുടെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. 95-96 കാലഘട്ടത്തിനാണെന്ന് പറയുന്നു. ആ സമയത്താണെന്നാണ് ഞാൻ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ വായിച്ച ഒരു ഓർമ്മയാണ്. എന്താണെങ്കിലും ഇതൊരു മാരകമായ ഒരു ഇതിൽ ഈ പെല്ലറ്റ് ഉപയോഗത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ണീർവാതകം, ജലപീരങ്കി, അത്തരത്തിലുള്ള ഉപദ്രവകരമല്ലാത്ത നടപടികൾ ആദ്യം സ്വീകരിച്ചതിന് ശേഷം ഏറ്റവും അവസാനം എന്നുള്ള രീതിയിലാണ് അത് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഈ പറഞ്ഞ മുട്ടിന് താഴെ ശരീരത്തിൽ മാരകമായി പരിക്കേൽക്കാത്ത ഭാഗത്തേക്ക് വെടിവെക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ ഡൽഹി പ്രൊട്ടസ്റ്റിൽ ഇതൊന്നും തന്നെ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം. അതെനിക്കൊന്ന് അക്രമാസക്തമായി കഴിഞ്ഞപ്പോൾ ഈ പ്രൊസീജിയർ ഒന്നും ചെയ്യാതെ അപ്പോഴേ അടിച്ചു കാണും. അങ്ങനെയാണല്ലോ മിക്കയിടത്തും ഈ വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പ് അങ്ങനെയാണ് ഉണ്ടായത്. കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ MV രാഘവൻ എന്ന് പറയുന്ന മന്ത്രി, അയാൾ CPM വിട്ട് CPMൻ്റെ എന്താ പറയുന്നത് വിട്ടുപോകുന്ന നികൃഷ്ടജീവി കുലംകുത്തിയായിട്ട് പോകുന്ന ആളാണ്. അയാളെ തടയുക എന്നുള്ളത് CPMൻ്റെ അജണ്ടയായിരുന്നു. അപ്പോൾ അങ്ങനെ അയാളെ പോകുന്ന വഴിക്ക് എല്ലാം തടയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ കൂത്തുപറമ്പിൽ വെച്ച് ഈ 5 യുവാക്കൾ വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെടിവെച്ചതാണ്. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ DGP ആയിരുന്നു അന്ന് അവിടുത്തെ, എനിക്കത് ACP ആയിരുന്നു. ACP അല്ല, അന്ന് അഡീഷണൽ SP കണ്ടത് അദ്ദേഹം സർവീസിൽ വന്ന സമയത്താണ്, രവതാ ചന്ദ്രശേഖർ. അപ്പോൾ അങ്ങനെയാണെന്ന് ഈ യുവാക്കൾ വെടിയേറ്റ് മരിക്കുന്നത്. എനിക്കൊന്നു കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു മന്ത്രിയെ തടഞ്ഞതിന് പേരിൽ 5 പേര് വെടിയേറ്റ് മരിക്കുക. അത് തന്നെയാണ് ഇപ്പോഴും ഒരു കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് നടക്കുന്നത്. അത് അന്ന് പുഷ്പന് മാരകമായിട്ട് വെടിയേറ്റിട്ടാണ് പുഷ്പന് അങ്ങനെ ആ കിടപ്പ് നട്ടലിനെങ്ങാണ്ട് പരിക്കേറ്റിട്ടാണ് അദ്ദേഹം തളർന്നുപോയത്. എന്താണെങ്കിലും സമര രീതികളുണ്ട്. ഇവിടെ ഹൈക്കോടതി സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. അമിത അധികാരം പോലീസ് പ്രയോഗിക്കരുത് എന്ന്. അത് ഇന്നലെ നടത്തിയ ഒരു നിരീക്ഷണമായിരുന്നു, വാക്കാൽ ഉള്ള ഒരു നിരീക്ഷണമായിരുന്നു. അപ്പം പോലീസ് ഇവിടെ അമിത അധികാരം കാട്ടിയെന്ന് തന്നെയായിരുന്നു കോടതിയുടെ നിരീക്ഷണമായിട്ട് വന്നിരുന്നത്. തിരിച്ചറിഞ്ഞ പോലെ, അതായത് ഒരു ജനാധിപത്യ രീതിയിലുള്ള സമരമാർഗത്തെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ നേരിടണമെന്നുള്ളതാണ്. വെടിവെക്കുന്നത് ഒരിക്കലും നമ്മൾ ശത്രുരാജ്യങ്ങളൊന്നുമില്ല, നമ്മുടെ കുട്ടികളല്ലേ. നമ്മൾ ശത്രുരാജ്യത്തെ പോലും നമ്മൾ വെടിവെക്കുന്നതിന് ഒരു ആലോചനയും ഒരു പ്രഖ്യാപനവും ഒക്കെ ഉണ്ടാകും. ഇത് എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇവരെ വരുന്നു. ഏതെങ്കിലും ഒരു തലയ്ക്ക് പിരികളയ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഫയർ എന്ന് പറഞ്ഞാൽ വെടിവെക്കാനേ നിർവാഹമുള്ളൂ. പിന്നെ അന്നേരം അത് നോക്കി വയ്ക്കാനൊന്നും പറ്റില്ല. അതിനകത്ത് ആരൊക്കെ പിടഞ്ഞു വീഴുന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ഈ പെല്ലറ്റ് പ്രയോഗം മാരകമാണ്, വളരെ മാരകമായിട്ടുള്ള പരിപാടിയാണ്. ഇതിനോടകം തന്നെ പലരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചിലരുടെയൊക്കെ കൈയുടെ ഒരു ഭാഗം, അതുപോലെ തുടയുടെ ഒരു ഭാഗം, ചിലർക്ക് തലയ്ക്കൊക്കെ പരിക്കേറ്റതായിട്ടുള്ള. അത് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അതിൽ എത്രത്തോളം മാരകമാണ് എന്നുള്ളത് ആ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തം. അപ്പം സ്വാഭാവികമായിട്ടും അതാ ഏൽക്കേണ്ടി വന്നവരുടെ അവസ്ഥ അതിനെ നമ്മൾ ആ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാകാം. ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ് തറച്ചു കയറുമോ, എന്താ പറയുന്നത്? അങ്ങനെ അതിൽ പറഞ്ഞിട്ടില്ല. പെല്ലറ്റ് തറച്ചു കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ്, നമ്മൾ അല്ലാതെ തീരെ ലൈറ്റ് ആയിട്ടുള്ളതല്ല. അതെ. എന്തിന് നമ്മൾ ഏറെ പറയുന്നു, ഈ പറയുന്ന ജലപീരങ്കി പോലും അപകടകരമാണ്. അത് ഡയഫ്രം ഒക്കെ, ചെവിയുടെ ഡയഫ്രം ഒക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. തലയ്ക്കൊക്കെ അടിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകും. നെഞ്ചത്തൊക്കെ ഒരു ഫോഴ്സ് നെഞ്ചത്ത് വന്ന് അടിക്കുക. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഈ ഇതുണ്ടല്ലോ, നമ്മൾ സർവീസ് സെൻറ്ററിൽ ഉപയോഗിക്കുന്ന ഈ ട്രിഗറുണ്ട്. സർവീസ് സെൻറ്റർ, നമ്മൾ വാഹനങ്ങൾ സർവീസ് ചെയ്യുന്നിടത്ത് അതിനകത്തുനിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് അറിയാമോ? ഭയങ്കര ഫോഴ്സാണ്. ഈ സാധനത്തിൽ നിന്ന് ഈ കൈ തെറ്റിയിട്ട് ഇതേന്ന് വെള്ളം അടിച്ച ആൾ മരിച്ചിട്ടുണ്ട്. ഇതിന് പല അളവിൽ നമുക്ക് വെള്ളം ചീറ്റിക്കാമല്ലോ. നല്ല ഷാർപ്പായിട്ടും ചീറ്റിക്കാം, ഈ ചെതറിച്ചും ചീറ്റിക്കാം. ഇങ്ങനെ ഈ ഷാർപ്പായിട്ട് ചീറ്റിയിട്ട് ഈ സംഭവത്തിൽ നിന്ന് വെള്ളം അടിച്ച് നെഞ്ചത്തടിച്ചിട്ട് ആൾ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്ര ഫോഴ്സിൽ നെഞ്ചത്ത് ഇത് വന്നിട്ട് ഹാർട്ട് നിന്ന് പോയിട്ട് ആൾ മരിച്ചുപോയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അപകടകരമാണ്. ഇത് ഒന്ന് ഈ ഉപയോഗിക്കുന്നവരും ഇതിന് മുന്നിൽ ചെന്ന് നിൽക്കുന്നവരും ഇത് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത് നിൽക്കാൻ. ഇപ്പോൾ ഒരു സമരം എന്ന് പറയുന്ന ഒരു മോബാണ്. ഈ മോബ് സൈക്കോളജിയിൽ ഇതിലേക്ക് ഈ അപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരിൽ ഏതെങ്കിലും ഒരുത്തിന് ഭ്രാന്തളകിയാൽ മതി, ഇവിടെ വലിയ ഇത് നടക്കും.
അതെ, അതിന് പിന്നീടുള്ള ഒരുപക്ഷെ ഈ പറയുന്ന ആ പരിക്കേറ്റതിന് ശേഷമായിരിക്കാം ചിലപ്പം നിയമവശങ്ങളെ കുറിച്ചും മറ്റു വശങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുക. പിന്നീട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഈ ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുക. ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ചിലർ ഒരു വാദം സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നത് പോലീസ് അങ്ങനെ ചെയ്തത് പോലീസിനോട് അവർ ആ തരത്തിൽ പെരുമാറിയത് കൊണ്ടാണെന്നുള്ളൊരു വാദം ചിലർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരോട് നമുക്കത് യോജിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ എങ്ങനെ പെരുമാറുന്നു അതേ രീതിയിൽ തിരിച്ചു പെരുമാറുക അല്ലല്ലോ പോലീസിന്റെ ദൗത്യം. കാരണം അവരുടെ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ ദൗത്യം. അത് ആ രീതിയിൽ തന്നെ ചെയ്യാത്തത് പോലീസിന്റെ വീഴ്ചയായിട്ട് മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്താണെങ്കിലും ഇത് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഈ പെല്ലറ്റ് ഉപയോഗത്തിൽ ഒരു മാർഗ്ഗനിർദ്ദേശം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോടതി അടക്കം ഇടപെട്ടിട്ടുണ്ട്.